ആപ്പിയൻ പാതയിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുക. ഈ ആപ്പിയൻ പാതയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പത്രോസ്ലീഹ തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് ആപ്പിയൻ പാതയിലാണ്. ഈ ആപ്പിയൻ പാതയിലാണ് കാറ്റക്കോംസ്. ആദിമ ക്രൈസ്തവ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ നഗരത്തിന് വെളിയിലുള്ള ഇവിടെയാണ് സ്ഥലം കണ്ടെത്തിയിരുന്നത്. പിന്നീട് പൊതുജീവിതത്തിൻ്റെ പ്രതീകം കൂടിയായിട്ട് കാറ്റക്കോംസ് മാറി. കാരണം രഹസ്യമായി ആരാധന നടത്തിയിരുന്നത് കാറ്റക്കോംസിൽ ആയിരുന്നു. നിത്യതയെ സ്വപ്നം കണ്ട് ഒരാൾ ഉറങ്ങുന്ന ഇടമായിരിക്കണം സെമിത്തേരി. കൊയ്മെത്തേരിയോൻ എന്ന ഗ്രീക്ക് പദമാണ് സെമിത്തേരിക്ക് ഉപയോഗിക്കുക, കിടപ്പറ എന്നർത്ഥം. കാറ്റക്കോംസിന് മുമ്പിലുള്ള ഉദ്യാനമാണിത്. ഇവിടെ ക്രൈസ്തവ ഉദ്യതനായ ക്രിസ്തുവിനെ സ്വപ്നം കണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റ് തങ്ങളെ വന്ന് തൊടുന്നതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അന്ത്യവിശ്രമം കൊണ്ടിട്ടുണ്ടാകണം. ഇവിടെ തന്നെയാണ് അവർ രഹസ്യമായി ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് ചേർന്നിരുന്നതും. കാറ്റക്കോംസ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ്. കാറ്റക്കൂം എന്ന പദത്തിൻ്റെ അർത്ഥം കല്ലറകൾക്കിടയിൽ എന്നാണ്. അന്നത്തെ കാലത്ത്, അതായത് 2-5 നൂറ്റാണ്ടുകളിൽ വധിക്കപ്പെടുന്ന ക്രൈസ്തവരെ അടക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രത്യേക ഇടങ്ങളായിരുന്നു ഈ കാറ്റക്കോംസ്. നഗരത്തിന് വെളിയിലേക്ക് മൃതദേഹങ്ങൾ റോമൻ ഭടന്മാർ കൊണ്ടുവന്നിടുമ്പോൾ ഭവ്യമായി അവയെ സംസ്കരിക്കുവാൻ വേണ്ടി ഭൂഗർഭ അറകൾ വെട്ടിയൊരുക്കുകയായിരുന്നു. ഇത് തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ്. 4 നിലകളായിട്ട് താഴേക്ക് പോകുന്ന ഭൂഗർഭ സംവിധാനങ്ങളാണ്. ഈ കാറ്റക്കോംസിൽ അടക്കം ചെയ്യപ്പെട്ടത് 65,000 ആളുകൾ ആണ് എന്ന് ഓർക്കുക. ഇവിടെ അടക്കം ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ക്രൈസ്തവർ ഒരുമിച്ച് കൂടുമായിരുന്നു. പിന്നീട് അതീവ രഹസ്യമായി ക്രൈസ്തവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളായി കാറ്റക്കോംസ് മാറി. നിത്യതയെ സ്വപ്നം കണ്ട് അവർ പ്രാർത്ഥിച്ചു. ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി അവർ ഒരുങ്ങി. ഏതു നിമിഷവും കൊല ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞിരുന്നിട്ടും അതിധീരതയോടുകൂടി അവർ ഇവിടെ ഒരുമിച്ച് കൂടി. നിങ്ങൾ കാറ്റക്കോം ഗുഹകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയൊരു തണുപ്പ് അനുഭവപ്പെടും. കാരണം അങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണത്. പക്ഷേ ഈ തണുപ്പിനകത്ത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ തീപ്പൊരി പതുക്കെ പതുക്കെ കത്തിപ്പടർന്ന് ഒരു തീപ്പന്തമായി മാറുന്ന അനുഭവം വരും. ഇങ്ങനെയൊക്കെയാണ് ക്രൈസ്തവ ക്രിസ്തു മതത്തെ പ്രഘോഷിച്ചിരുന്നത്, ജീവിതം കൊണ്ടും മരണം കൊണ്ടും. ഇങ്ങനെയൊക്കെയാണ് അവർ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചത് എന്നൊക്കെ ഓർക്കുമ്പോൾ അകത്ത് തീക്ഷ്ണതയുടെ മെഴുകി തിരിയെരിച്ചിൽ ഉണ്ടാകും. ഒരു മഹാപന്തം അകത്ത് രൂപം കൊള്ളുകയാണ്. അകത്തെ ഭിത്തികളിൽ ക്രിസ്തു മതത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ ധാരാളമായിട്ട് കാണാം. മിക്കവാറും മത്സ്യചിഹ്നങ്ങൾ ക്രൈസ്തവരുടെ സാന്നിധ്യത്തെയാണ് വിളിച്ചറിയിക്കുക. പലതരത്തിലുള്ള ക്രിസ്ത്യൻ ആർട്ടുകളും ഫ്രെസ്കോസും ഇവിടെയുണ്ട്. 5 കാറ്റക്കോംസാണ് ഈ റോമ നഗരത്തിലുള്ളത്. സാൻ സെബസ്ത്യാനോ, സാൻ കലീസ്തോ, പ്രിഷില്ല, ദൊമില്യ, സാന്ത അഗ്നസ്. ഈ കാറ്റക്കോംസ് നമ്മൾ സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാവും. നമ്മുടെ അവിശ്വാസത്തിൻ്റെ മഞ്ഞുരുകി പിന്നെ വിശ്വാസത്തിൻ്റെ ഏതൊക്കെയോ അഗ്നിപർവ്വതങ്ങൾ ഉള്ളിൽ രൂപപ്പെടും. തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന ആ പർവ്വതങ്ങളിൽ നിന്നും ലാവാപ്രവാഹമുണ്ടാവും. നശിപ്പിക്കുന്നതല്ല, രക്ഷിക്കുന്നത്. തണുപ്പിഴയുന്ന കാറ്റക്കൂംബൻ ഇടനാഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ഞാനിവിടെ വന്ന് അതിൻ്റെ മുന്നിൽ ഇരിക്കുന്നു. ഈ യാത്ര തീർത്തും നിത്യതയുടെ വെട്ടത്തിലുള്ള യാത്രയായിരുന്നു. കാരണം ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളാക്കപ്പെടുമ്പോൾ അവർ സംസ്കരിക്കപ്പെട്ട ഇടത്ത് അങ്ങേയറ്റം പ്രശാന്തത, അങ്ങേയറ്റം
കൃപയുടെ സൗന്ദര്യം, അങ്ങേയറ്റം വിശ്വാസത്തിൻ്റെ തീവ്രത. ഇരുളടഞ്ഞ വഴികളാകേണ്ടിരുന്ന ഇടങ്ങളിലൊക്കെ നല്ല വെട്ടമുണ്ടായിരുന്നു. ആ വെട്ടത്തിൽ, തണുപ്പിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവാരൂപിയുടെ ഊഷ്മളത ഹൃദയത്തെ വന്നു തൊട്ടു. മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മകളാൽ ഞാനും സന്തോഷിച്ചു. കാരണം ഇവിടം കൊണ്ട് തീരുന്നതല്ല ജീവിതം. എൻ്റെ ഒടുക്കത്തിലൊരു തുടക്കമുണ്ട്. ആ തുടക്കത്തെക്കുറിച്ച് ധ്യാനിക്കാനാണ് ഞാൻ ഈ താൽക്കാലിക ഭവനത്തിൽ എത്തിയിരിക്കുന്നത്.